എല്ലാം പറഞ്ഞതുപോലെ 1008 തവണ മന്ത്രജപം, രക്തപുഷ്പാർച്ചന, മായക്കാഴ്ചകൾ പലതും വരാം. മനസ്സ് ചഞ്ചലമാകരുത്. ആ രക്ഷാചരട് കാണിക്കൂ. ഇനി ആരെയും ഭയക്കാനില്ല. ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകൂ. മന്ത്രജപവും അർച്ചനയും തുടങ്ങാം. ഓം ഭം ഭദ്രകാളീ നമഃ. ഓം ഭം ഭദ്രകാളിയൈ നമഃ. ഓം ഘോരദംഷ്ട്രായൈ നമഃ. ഓം ഘോരദംഷ്ട്രായൈ നമഃ. ഓം ചണ്ഡമുണ്ടാദിവേഗിന്യൈ നമഃ. ഓം ചണ്ഡമുണ്ടാദിവേഗിന്യൈ നമഃ. ഓം പ്രചണ്ഡികായൈ നമഃ. ഓം പ്രചണ്ഡികായൈ നമഃ. ഓം മഹാകാളീ നമഃ. ഓം മഹാകാളിയൈ നമഃ. രമണ, എനിക്ക് പേടിയായിട്ടാണ് ഞാൻ നിന്നെ കൂട്ടിന് വിളിച്ചത്. നീ ഇങ്ങനെ പേടിച്ചാലാ? പേടിയാ നിക്കാം. ചേട്ടല്ലേ നല്ല ചൂടുള്ള അസ്ഥി വരക്കണ ഈ രമണൻ. ആത്മാവ് നല്ല ചൂടോടെ പോണത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ പേടിക്കാതെ ഞാനാ ഈ കേട്ടിട്ട് ആത്മാനെ കണ്ടിട്ട്. പിന്നെ നീ എന്നെ പേടിപ്പിച്ചവനാ. തൽക്കാലം നീ തീർക്കണ്ട. മായ വേണ്ടട്ടോ. ആത്മാവ് കോപിച്ച അറിയാലോ. എന്തറിയാൻ? നീ വാ, കേട്ടു മുമ്പ് ഓരോന്നും കൂടി അകത്താക്കണം. ഓം പ്രചണ്ഡികായൈ നമഃ. ഓം ഹ്രീം മഹാകാളിയൈ നമഃ. വേണ്ടത് തെറ്റാണ്. അവളായിരുന്നു എന്റെ ശ്വേത. പക്ഷെ നിങ്ങൾ എനിക്ക് അവളെ വേണം. ഞാൻ അവളെ വരുത്തും. പൂജയ്ക്ക് വിഘ്നം സംഭവിച്ചുകൂടാ. അങ്ങനെ വന്നാൽ സാധകരിൽ ഒരാൾ മരിക്കും എന്ന് വിധി. നമുക്ക് പൂജ നടത്തണം, അല്ലെങ്കിൽ അനർത്ഥമാകും. ശത്രു സംഹര സംഹര. ഓം നരമുണ്ടണിങ്ങേ സ്വാഹ.
മായൻ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. ഹേയ് നത്തിങ്. കിരൺ എവിടെയെങ്കിലും കാണും. യു നോ സംതിങ്, അവൻ തിരിച്ചെത്താന്ന് പറഞ്ഞിട്ട് now it's more than 1 week. അതല്ലേ സൂര്യധർമ്മൻ? യെസ് ധർമാജി, പൂജ മുടക്കിയതില് എന്നോട് കോപമായിരിക്കും. നീ തൽക്കാലം ഇവിടെ നിൽക്ക്. ഓം ഹ്രീം ക്ലീം ഹും ഫട്ട് സ്വാഹ ചിന്തി മിന്തി മായേ. ഓം ഹ്രീം ക്ലീം ഹും ഫട്ട് സ്വാഹ ചിന്തി മിന്തി മായേ. അരുത് ധർമാജി. ഓം ഹ്രീം യോഗിനി ശത്രുമേ വംശം കുരു സ്വാഹ ചിന്തി മിന്തി മായേ. ധർമാജി, എവിടെയും എപ്പോഴും നീ ഒരു വിഘ്നമായി മാറുന്നു. എന്തു വേണം നിനക്ക്? കിരൺ, തെറ്റിന്റെ 1-ാം പാദം നീ. ചതി. പൂജ മുടങ്ങിയാൽ നാശം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും ധർമാജി, അത് എനിക്ക് കിരണിനെ കാണണം. തെറ്റിന്റെ 2-ാം പാദം. നല്ലൊരു ശിഷ്യനാകുമെന്ന് ഞാൻ കൊതിച്ചു. പക്ഷേ അവൻ ചെയ്ത തെറ്റെന്തെന്നറിയോ നിനക്ക്? എന്റെ വേദവതി. വേദവതി? ആ, തെറ്റ് ചെയ്തത് 2 പേരും ചേർന്നാണ്. ധർമാജി, കിരൺ. അവനും ദൈവം ശിക്ഷ നൽകി. മരിച്ച് ജീവിക്കാനാണ് അവന്റെ വിധി. ഇതെന്റെ ശിക്ഷ, ശത്രു സംഹാരം. അതും നീ മുടക്കി. ധർമാജി, ഞാൻ എല്ലാറ്റിനും മാപ്പ് ചോദിക്കുന്നു. എന്റെ കിരൺ, അവൻ പാവം. അവനെ നശിപ്പിക്കരുത്. എനിക്ക് അവനെ കാണണം. നിനക്ക് വേണമെങ്കിൽ അവനെ കാണാം, കൊണ്ടുപോകാം. അവൻ വരുമെങ്കിൽ. അവിടെ മായൻ വാതിൽ തുറക്കാൻ. പുറത്തു വിട്ട ആൾ ഉപദ്രവിക്കും. അതുകൊണ്ടാ വെറുതെ പരീക്ഷിക്കണോ? മായം പറഞ്ഞത് ശരിയാ. വേണ്ട ശ്വേത. എന്ത് ഉപദ്രവം? വാതിൽ തുറക്കൂ. കിരൺ, ഇത് ഞാനാ. ശ്വേത, നീ എന്നെ രക്ഷിക്കണം. ഇവരെന്നെ. എന്താ എന്താ ഉണ്ടായത്? Tell me, കിരൺ. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഞാൻ പറയാം. വേദവതിയുമായി പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ശരീരത്തിൽ എന്തോ പ്രവേശിച്ച പോലെ. അതെ, എന്റെ ശരീരത്തെ പലപ്പോഴും എനിക്ക് നിയന്ത്രിക്കാനാവാതെ വരുന്നു. അതവന്റെ ബാധയാണെന്ന് ഇവരൊക്കെ പറയുന്നു. എന്നിൽ നിന്നും ഈ ആത്മാവിനെ മോചിപ്പിക്കാതെ ഞാനില്ല, കിരണില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. കിരൺ, പ്ലീസ്, നീ വിഷമിക്കരുത്. ഞാൻ എല്ലാ സൂര്യധർമ്മനോട് പറയാം. ഇല്ല, ആവില്ല. ശ്വേത, നീ രക്ഷപ്പെടണം. എന്റെ ശരീരത്തെ നശിപ്പിച്ചാലും നീ ഇവനിൽ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ എന്ത് സംഭവിക്കാം? ഇല്ല, ഞാൻ രക്ഷപ്പെടുമെങ്കിൽ അത് നിന്നെയും കൊണ്ട് മാത്രമായിരിക്കും. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും നിന്നെ ഞാൻ രക്ഷിക്കും. തെറ്റ് എന്റേതാ. കിരൺ, നീ വരൂ. നമുക്ക് സൂര്യധർമ്മനെ പോയി കാണാം. അദ്ദേഹത്തിന് അതിന് കഴിയും. ചെയ്ത തെറ്റിന് മാപ്പായിരുന്നായാലും ഞാൻ നിന്നെ രക്ഷിക്കും. നിനക്ക് നിന്നെ വേണം.
ഞാൻ ഒഴിയാം, ഇവനിൽ നിന്ന് ഞാൻ ഒഴിയാം. എനിക്ക് നിന്നെ വേണം. അതെന്റെ അടങ്ങാത്ത കൊതിയാണ്. ഞാൻ തൃപ്തനായാൽ കിരണയെയും നിന്നെയും വിട്ട് എന്നേക്കുമായി ഞാൻ ഒഴിയാം. എന്റെ ആഗ്രഹം നിറവേറ്റിയില്ലെങ്കിൽ നീ കേട്ടോളൂ, നിന്റെ കിരണ ഞാൻ കൊല്ലും. ജലത്തിലോ അഗ്നിയിലോ ചാടി ഞാൻ കൊല്ലും, തീർച്ച. നിനക്കറിയാലോ, അപ്പോഴും ഞാൻ ജീവിച്ചിരിക്കും. നിന്നെ തേടി, നിന്റെ നിഴലായി. ഒരു പ്രാവശ്യം, ഒരിക്കൽ മാത്രം ശ്വേത, ഒരിക്കൽ മാത്രം.